നമ്മളിൽ ഭൂരിഭാഗം പേരും ഇടയ്ക്കെങ്കിലും ഫുഡ് ഡെലിവറി ആപ്സ് വഴി ഓൺലൈനായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം പാഴ്സലായി വാങ്ങി കഴിക്കുന്നവരാണ്. ഭക്ഷണത്തിനായി ദിവസവും ഓൺലൈൻ ആപ്പുകൾ പ്രയോജനപ്പെടുത്തുന്നവരും ഉണ്ട്. ഇങ്ങനെ ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ അല്പം കരുതലെടുക്കുന്നത് നല്ലതാണ്. പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഓൺലൈനിലായി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഹോട്ടലിൻ്റെ വൃത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നേരിട്ട് പരിചയമുള്ള ഹോട്ടലുകളിലെ സാഹചര്യങ്ങൾ നമുക്കറിയാനാകും. റിവ്യൂകൾ മാത്രം നോക്കി ഭക്ഷണം ഓർഡർ ചെയ്യരുത്. റിവ്യൂകൾ എപ്പോഴും സത്യസന്ധമായിരിക്കണമെന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. ഭക്ഷണം തണുത്തിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ചൂടാകുമ്പോൾ ഒട്ടുമിക്ക ബാക്ടീരിയകളും നശിക്കും. പിന്നീട് കഴിക്കാനായുള്ള ഭക്ഷണം കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യരുത്. മയോണൈസ് അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉടൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. മുട്ടയിൽ നിന്നുണ്ടാകുന്ന മയോണൈസിൽ സാൽമോണല്ല ബാക്ടീരിയകൾ ഉണ്ടാകാനിടയുണ്ട്. ഒരേ ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ ഉണ്ടാകണമെന്നുമില്ല. അത് ഓരോരുത്തരുടെയും ശരീരഘടനയെയും പ്രതിരോധ ശേഷിയെയും ആശ്രയിച്ചായിരിക്കും. സാധാരണ ഇറച്ചിക്കറി പോലെയല്ല ഷവർമ. ഷവർമയിലെ ഇറച്ചി ശരിയായി പാകം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ശരിയായി പാകം ചെയ്യാത്ത ഇറച്ചിയിൽ ബാക്ടീരിയകൾ വളരെയധികം കൂടുതലായിരിക്കും ഉണ്ടാവുക. ഭക്ഷണം കഴിക്കാൻ വൈകുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് പിന്നീട് ചൂടാക്കിയ ശേഷം മാത്രമേ കഴിക്കാവൂ. ഷവർമ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം കഴിക്കരുത്. ഫ്രൈഡ് റൈസും ഇങ്ങനെ കഴിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭക്ഷണം കഴിച്ച ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ചികിത്സ തേടാനും വൈകരുത്. ഭക്ഷ്യവിഷബാധ മൂലം മരണമുണ്ടായിട്ടുള്ള പല കേസുകളിലും കൃത്യസമയത്ത് ചികിത്സ തേടാത്തത് ബാധിച്ചിട്ടുണ്ട്.